ദൈവദൂതനായിട്ടുള്ള ഫിലിപ്പ് മമ്പാട്, ഒരുപാട് ആരാധകരുള്ള ഫിലിപ്പ് മമ്പാട്. അപ്പൊ പീഡന കേസിൽ പ്രതിയായ ഫിലിപ്പ് മമ്പാടിനെ കെട്ടിച്ചമച്ച കേസാണെന്നും പറഞ്ഞ് ഇതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയും മകളും രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പൊ ഭാര്യയും മകളും പറഞ്ഞ പച്ചക്കള്ളം എല്ലാം കളവായിരുന്നു എന്നുള്ള തെളിവുകൾ അടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പൊ ആദ്യം തന്നെ ഫിലിപ്പ് മമ്പാടിന്റെ ഭാര്യയുടെ വീഡിയോ ഒന്ന് കാണാം. അത് ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. അവിടെയാണ് ആദ്യത്തെ കള്ളം. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 23 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത് എന്ന് പറയുന്നതിലാണ് ആദ്യത്തെ കള്ളം. അപ്പൊ ചേച്ചി പറഞ്ഞതിൽ ഒരു ചെറിയൊരു തെറ്റുണ്ട്. ആ ഒരു തെറ്റ്, നിങ്ങൾ ഇപ്പോൾ ഒരുമിച്ചല്ല താമസിക്കുന്നത്. അപ്പൊ ചേച്ചി ഇപ്പോൾ താമസിക്കുന്നത് മറ്റൊരാളോടൊപ്പമാണ്. ഫിലിപ്പ് മമ്പാടിനോടൊപ്പം അല്ല. ഫിലിപ്പ് മമ്പാടിനുമായിട്ട് നിങ്ങൾ ഡിവോഴ്സ് ആയത് 2020 നിങ്ങൾ ഡിവോഴ്സ് ആയ വ്യക്തിയാണ്. അതിനുശേഷം ചേച്ചി ലിവിങ് ടുഗദർ ആയിട്ട് മറ്റൊരാളോടൊപ്പമാണ് ചേച്ചി ഇപ്പോൾ താമസിച്ച് വരുന്നത്. ഫിലിപ്പ് മമ്പാടിനൊപ്പം ചേച്ചി താമസിക്കുമ്പോൾ ചേച്ചിയുടെ പേര് ഡോളി എന്നായിരുന്നു. എന്നാൽ ഇന്ന് ചേച്ചി പേരൊക്കെ മാറ്റി, പേരൊക്കെ ചേഞ്ച് ചെയ്ത് ഇസാ ജോസഫ് എന്ന പേരിലാണ് ഇന്നിപ്പോൾ ചേച്ചി അറിയപ്പെടുന്നത്. അതായത് ഇപ്പോഴത്തെ ചേച്ചിയുടെ മേൽവിലാസം, ചേച്ചി ഇപ്പോൾ താമസിക്കുന്ന ആ ചേട്ടൻ്റെ മേൽവിലാസത്തിലാണ് ചേച്ചി ഇപ്പോൾ അറിയപ്പെടുന്നത്. ചേച്ചിയുടെ മേൽവിലാസവും അത് തന്നെയാണ്. അപ്പം നമുക്കൊരിക്കലും ഇപ്പം ചേച്ചി ആരോടൊപ്പം താമസിക്കുന്നത്, ചേച്ചി ഫിലിപ്പ് മമ്പാടിനൊപ്പം അല്ല താമസിക്കുന്നത്, ഇതൊന്നും നമുക്കിപ്പം സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വെളിപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. കാരണം അത് തികച്ചും നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷേ ഇവിടെ വെറും 16 വയസ്സുള്ള ഒരു പെൺകൊച്ചിനെ, ഈ ഫിലിപ്പ് മമ്പാടിൻ്റെ മകളുടെ അത്രയും പോലും പ്രായമില്ലാത്ത ഒരു ചെറിയ പെൺകൊച്ചിനെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ അറസ്റ്റിലായ ഫിലിപ്പ് മമ്പാടിനെ രക്ഷിക്കാനായിട്ട് ചേച്ചി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കള്ളത്തരം പൊളിക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഇത് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ കാര്യം ചേച്ചി ആരോടൊപ്പം താമസിച്ചാലും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ നീതി കിട്ടേണ്ടത് ആ 16 വയസ്സുള്ള നിങ്ങളുടെ ആദ്യ ഭർത്താവ് പീഡിപ്പിച്ച ആ 16 വയസ്സുള്ള ആ പെൺകുഞ്ഞിനാണ്. ആ കുഞ്ഞിനാണ് ഇവിടെ നീതി കിട്ടേണ്ടത്. ഇന്ന് ഞങ്ങളുടെ മുന്നിൽ പീഡന കേസിൽ അകത്ത് കിടക്കുന്ന ഫിലിപ്പ് മമ്പാടൻ എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെന്നുണ്ടെങ്കിൽ മുൻ ഭാര്യയായ നിങ്ങളോ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ മകളോ ഇല്ല. ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ ആ പീഡനത്തിനിരയായ ആ 16 വയസ്സുള്ള ആ പെൺകുഞ്ഞാണ് ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ. അവളോടൊപ്പമാണ് ഞങ്ങൾ. അവൾക്ക് നീതി കിട്ടണം. അതിനു മുന്നിൽ നിങ്ങൾ ഇപ്പോൾ ഫിലിപ്പ് മമ്പാടിനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ ആ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഇത് പറയുന്നത്. അപ്പം ഈ തെളിവുകളെല്ലാം പുറത്ത് കൊണ്ടുവന്നത് ചേച്ചിയെക്കുറിച്ചും ചേച്ചിയുടെ മുൻ ഭർത്താവ് ഫിലിപ്പ് മമ്പാടിൻ്റെ ഈ ഒരു പീഡനകഥയും ഈ ഒരു കാര്യങ്ങളും ഒക്കെ പുറത്ത് കൊണ്ടുവന്നത് വോയിസ് ഓഫ് മലയാളി എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ്. അപ്പം നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. ചേട്ടാ നമസ്കാരം, എൻ്റെ പേര് ജെറിനാണ്. വിളിച്ചു പറഞ്ഞല്ല, ഞാൻ വിളിക്കുന്നത് നമ്മൾ കൊച്ചിന്നാണ് വിളിക്കുന്നത്. ഞാൻ വിളിച്ചു പറഞ്ഞല്ല ചേട്ടാ, നമ്മുടെ ആ ഫിലിപ്പ് സാറിന്റെ വൈഫിനെ ഒരു 3-4 കൊല്ലമായിട്ട് നിങ്ങളുടെ കൂടെയല്ലേ താമസിക്കുന്നത്? എന്റെ കൂടെയാണ്. ഞങ്ങള് ലിവിംഗ് ടുഗദർ കഴിയുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവര് ഡിവോഴ്സ് ആയ സ്ത്രീയല്ലേ 2020? അതെ ഡിവോഴ്സ് ആണ് അവര്. അതുകൊണ്ട് നിർത്തിയാണ്. ഓ, ഡിവോഴ്സിന് മുമ്പ് നിർത്തിയാണോ ഡിവോഴ്സ് കഴിഞ്ഞ് നിർത്തിയാണോ അവര്? ഡിവോഴ്സിന് ശേഷമാണ്. ഡിവോഴ്സിന് മുമ്പ് 4 കൊല്ലം എന്നോട്. അപ്പൊ അതാണ് 4 കൊല്ലം. അപ്പൊ കേട്ടല്ലോ, ചേച്ചിയുടെ കൂടെ ഇപ്പോൾ താമസിക്കുന്ന ചേട്ടന്റെ വോയിസ് ആണ്. ഇനിയുമുണ്ട്, ബാക്കി വോയിസ് നമുക്ക് കേൾക്കാം. വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നു ചേച്ചി എന്തിനാണ് ഈ കരച്ചിൽ നാടകം കാണിക്കുന്നത്? കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഡിവോഴ്സ് ആയി പോയ ചേച്ചിയുടെ മുൻ ഭർത്താവ് 16 വയസ്സുള്ള ഒരു പെൺകൊച്ചിനെ പീഡിപ്പിച്ചു എന്നതിന്റെ പേരിൽ അറസ്റ്റിലായി കിടക്കുന്ന ആ ഫിലിപ്പ് മമ്പാടിന് വേണ്ടിയിട്ടാണോ ചേച്ചി ഈ കരഞ്ഞു മെഴുകുന്നത്? കാരണം ചേച്ചി ഇയാളുടെ കുത്തഴിഞ്ഞ ജീവിതം സഹിക്കാനാവാതെയാണ് ചേച്ചി ഇയാളുമായിട്ട് വേർപിരിയാൻ ഉണ്ടായത് എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. അതായത് ഇയാൾ ഭാര്യയെ നോക്കത്തില്ല, കുട്ടികളെ നോക്കത്തില്ല, കുടുംബം നോക്കത്തില്ല, അങ്ങനെ ഒരാളായിരുന്നു. അപ്പം അങ്ങനെ ഒരാളുടെ കൂടെ ജീവിതം മടുത്തിട്ട് ചേച്ചി ഡിവോഴ്സ് വാങ്ങി പോയതാണ്. നല്ല അത്യാവശ്യം സെറ്റിൽമെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഫിലിപ്പ് മമ്പാടൻ ചേച്ചിയെ പറഞ്ഞയച്ചത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് 4 വർഷമായിട്ട് മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്ന ചേച്ചി ഇപ്പോൾ അയാൾക്ക് വേണ്ടി ഈ കരഞ്ഞു മെഴുകുന്നത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അതെന്താ വെച്ചാല് പോയത് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ അപ്പനാണല്ലോ. പിള്ളേരുടെ അപ്പനായതുകൊണ്ട് അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് പിള്ളേരുടെ അപ്പനെന്ന് നിലയ്ക്ക്. അപ്പൊ അത് അവരെ കൊണ്ട് അവരെ പറയിപ്പിക്കുന്നത്. വീഡിയോ കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്കറിയാം അവരെ സംബന്ധിച്ച് പറയിപ്പിച്ച് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലായതാണ്. ബിസിനസ് എന്ന് പറയുന്നത് എന്ത് ബിസിനസ്സാണ് നിങ്ങളുടെ ഇവിടെ വന്ന് ചെയ്യുന്നത്?
താമസിക്കുന്ന ബിസിനസ് ഒന്നുമല്ല ഞങ്ങൾ. അപ്പം ബാക്കി അവരുടെ പേഴ്സണൽ കാര്യം അത് നമുക്കറിയേണ്ട കാര്യമില്ല. അപ്പം ചേച്ചി പറയുന്നത് ചേച്ചി ബിസിനസ് ആവശ്യത്തിന് ചേച്ചി പോകുന്നു, അതിനുശേഷം ചേച്ചി തിരിച്ചു വരുന്നു എന്നൊക്കെയാണ്. എന്നാൽ ചേച്ചിയുടെ ബിസിനസ് അവിടെ കുറച്ച് പശു ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. പശുവിനെയൊക്കെ നോക്കി ഞങ്ങൾ സന്തോഷമായിട്ട് കഴിഞ്ഞു വരികയായിരുന്നു എന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പം ഇവർ അവരുടെ മക്കളുടെ അച്ഛനായതുകൊണ്ട് ഇങ്ങനെ ഒരു ആപത്ത് വന്നപ്പോൾ ഓടിപ്പോയതാവാം, പിന്നെ അവർ പറഞ്ഞത് അവരെ കൊണ്ട് മറ്റുള്ളവർ പറയിപ്പിച്ചതാകാം എന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. ഈ ചേട്ടൻ പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അവരങ്ങനെ പറയുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. എന്ത് തന്നെ ആയാലും ചേച്ചിയുടെ മക്കളുടെ അച്ഛനൊക്കെയാണ്. അയാളുടെ കുത്തഴിഞ്ഞ സ്വഭാവം സഹിക്കാനാവാതെയാണ് ചേച്ചി അയാളിൽ നിന്നും ചേച്ചി രക്ഷപ്പെട്ടു പോയത്. അങ്ങനെയുള്ള ചേച്ചി അയാളുടെ കുത്തഴിഞ്ഞ ജീവിതത്തിൽ സംഭവിച്ച ഒരു പീഡന കേസ്, ഒരു സ്ത്രീയെ അല്ല ചേച്ചി അയാൾ പീഡിപ്പിച്ചത്, വെറും 16 വയസ്സുള്ള ഒരു പെൺകൊച്ചിനെയാണ് അയാൾ പീഡിപ്പിച്ചത്. 16 വയസ്സെന്ന് പറയുമ്പോൾ എത്രയുണ്ട് ആ കൊച്ചു. ചേച്ചിയും ഒരു മകളുടെ അമ്മയാണ്. ഒരു 16 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച ആ നീചന് വേണ്ടിയിട്ടാണ് ചേച്ചി ഇന്ന് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് ഈ കരഞ്ഞു മെഴുകുന്നത് എന്ന് തോന്നുമ്പോൾ വലിയ അത്ഭുതം തോന്നുകയാണ്. ചേച്ചിയും ഒരു സ്ത്രീയല്ലേ, നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന മകൾ, നിങ്ങളും നിങ്ങളുടെ മകളും ഒന്നും അയാളുമായിട്ട് യാതൊരുവിധ അടുപ്പത്തിലും അല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നിട്ടും അയാളെ പോലെ ഒരു നീചന് വേണ്ടി, ഒരു പീഡകന് വേണ്ടി ഇത്രയും തരം താഴ്ന്ന രീതിയിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ ലജ്ജ തോന്നുകയാണ് ചേച്ചി. നിങ്ങളും ഒരു സ്ത്രീയാണ്, നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന മകളും ഒരു സ്ത്രീയാണ്, ആ പീഡനത്തിരയായ കുഞ്ഞും ഒരു സ്ത്രീയാണ്. ആ ഒരു കുഞ്ഞിന് വേണ്ടി ഒരിത്തിരിയെങ്കിലും മനസാക്ഷി തോന്നിയില്ലല്ലോ നിങ്ങൾക്ക് രണ്ടു പേർക്കും. എത്രയൊക്കെയെന്ന് പറഞ്ഞാലും സത്യം എന്നും പുറത്തു വരുമെന്ന് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. എത്ര വലിയ നന്മയുടെ മുഖംമൂടി അണിഞ്ഞാലും ഫിലിപ്പ് മമ്പാടനെ പോലെ ആ അണിഞ്ഞിരിക്കുന്ന മുഖംമൂടി ഒരിക്കൽ അഴിഞ്ഞു വീഴും. അതാണ് ഇവിടെ ഫിലിപ്പ് മമ്പാടന്റെ കാര്യത്തിലും സംഭവിച്ചത്. കാരണം ആ കുഞ്ഞിന്റെ പ്രതീക്ഷകൾ, ആ കുഞ്ഞിന്റെ സ്വപ്നങ്ങൾ, ആ കുഞ്ഞിന്റെ ജീവിതം എല്ലാമാണ് ഈ ഒരു നെറികെട്ട മനുഷ്യൻ തകർത്ത് കളഞ്ഞത്. നിങ്ങളിപ്പോൾ വിലപിക്കുന്ന, നിങ്ങളിപ്പോൾ ആർക്കു വേണ്ടിയാണോ മീഡിയയ്ക്ക് മുന്നിൽ വന്ന അയാളെ പോലെ ഒരു നെറികെട്ട മനുഷ്യൻ തകർത്ത് എറിഞ്ഞു കളഞ്ഞത് എന്ത് കൊടുത്താലും മതിയാകത്തില്ല. ഇന്നും അവനെ വിശ്വസിക്കുന്ന കുറച്ച് മണ്ടന്മാരായ ആൾക്കാർ നമുക്കിടയിലുണ്ട്. അത് നമ്മളിടുന്ന വീഡിയോയുടെ ഇടയിലെ കമന്റ്സ് നോക്കിയാൽ മതി. ഇന്നും ആ നീചനെ, ആ നെറികെട്ടവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് ഓർക്കുമ്പോൾ നിനക്കുമൊക്കെ പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാകുമല്ലോ. നിന്റെയൊക്കെ വീട്ടിലും അമ്മയായിട്ടും സഹോദരിയായിട്ടും മക്കളായിട്ടും പെൺകുട്ടികൾ ഉണ്ടാകുമല്ലോ. അവർക്ക് ഇതുപോലൊരു ഗതി വന്നാൽ മാത്രമേ അതിൻ്റെ വേദന, അതിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് നിനക്കൊക്കെ ബോധ്യമാവത്തുള്ളൂ. അതുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് ഇതുപോലെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന വീഡിയോയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ വന്ന് പേപ്പട്ടിയെ പോലെ കുരയ്ക്കുന്നത്. പിന്നെ ചേച്ചിയും മകളും അറിഞ്ഞു കാണുമല്ലോ, ഈ ഫിലിപ്പ് മമ്പാടൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ആ പെൺകൊച്ചിൻ്റെ വീട്ടിൽ ഒരു സയനൈഡ് കുപ്പിയുമായിട്ട് ചെന്നായിരുന്നു എന്ന്. ആ കുഞ്ഞിനെയും ആ കുഞ്ഞിൻ്റെ കുടുംബക്കാരെയും ഈ സയനൈഡ് കുപ്പി കാണിച്ച് അവൻ ഭീഷണിപ്പെടുത്തി. കേസുമായി മുന്നോട്ട് പോയാൽ ഈ സയനൈഡ് കഴിച്ച് അവൻ ആത്മഹത്യ ചെയ്യും, അവൻ ജീവൻ ഒടുക്കുമെന്നും പറഞ്ഞു. അതുമാത്രമല്ല, അവൻ ലക്ഷങ്ങൾ ഓഫർ ചെയ്തു കേസുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ. അപ്പോൾ അവിടെയാണ് ആ കുടുംബം ധൈര്യത്തോടെ നിന്നത്. ഈ വെച്ച് നീട്ടിയ ലക്ഷങ്ങൾക്കും അപ്പുറമാണ് ആ കുഞ്ഞിൻ്റെ ജീവിതവും ആ കുഞ്ഞിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മാനവും എല്ലാം എന്ന് ആ കുടുംബം ഓർമ്മിപ്പിച്ചതാണ് ഇന്ന് നീ അകത്ത് കടന്ന് അഴി എണ്ണുന്നത്.